നമസ്കാരം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പാൽ പൊറോട്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 mlന്റെ കപ്പിൽ 2 കപ്പ്. മൈദയ്ക്ക് പകരം ആട്ടയാണെങ്കിലും ഉപയോഗിക്കാം, ഗോതമ്പ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം നെയ്യാണ്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു മുട്ട കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ നെയ്യും മുട്ടയൊക്കെ നന്നായിട്ട് മാവിനകത്ത് ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പോളം പാലാണ്. തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചൂട് പോയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയേക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആകാതെ കറക്റ്റ് ഒരു പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ കുഴച്ചതിനകത്തോട്ട് ഞാനൊരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇങ്ങനെ നെയ്യ് ഒഴിക്കുമ്പോൾ ഇത് മാവ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നന്നായിട്ട് കുഴക്കണം. കുഴക്കുന്നതിനനുസരിച്ചിരിക്കും ഇതിന്റെ മയം കിട്ടുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മാവ് തൂക്കിയിട്ടിട്ട് കുറേശ്ശെ എടുത്ത് നന്നായിട്ടൊന്ന് പരത്താം. തീരെ കട്ടി കുറച്ച് പരത്തണം. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാവ് തൂക്കി കൊടുത്താൽ മതി. എല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഒരു 4 പീസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ. അപ്പോൾ എല്ലാ മാവും ഇങ്ങനെ കുഴച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പരത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സ്ക്വയർ പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാവ് തൂക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ചൂടായ ഒരു കല്ലിലേക്ക് അല്ലെങ്കിൽ പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും. ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.